വാഗമൺ കുരിശുമലയിൽ തീർത്ഥാടകരുടെ വൻ തിരക്ക്. കുരിശേറിയവന്റെ കാലടികൾ പിന്തുടർന്ന് വാഗമൺ കുരിശുമല കയറാൻ എത്തിയത് ആയിരങ്ങൾ. കല്ലില്ലാ കവലയിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വാഗമൺ കുരിശുമലയുടെ അടിവാരത്ത് അതിരാവിലെ മുതൽ വിശ്വാസികൾ എത്തിക്കൊണ്ടിരുന്നു. ഈസ്റ്റർ നോമ്പ് തുടങ്ങിയ ശേഷം കുരിശുമല കയറ്റത്തിന് എല്ലാ ദിവസവും ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വെള്ളിയാഴ്ചകൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കുരിശേറിയവന്റെ കാലടികൾ പിന്തുടർന്ന അനേകായിരങ്ങൾ കുരിശുമല കയറാൻ വാഗമണിലെത്തുന്നു. ഇന്ന് പതിനായിരങ്ങളാണ് വാഗമൺ കുരിശുമല കയറിയത്. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ വഴിക്കടവ് ഇറങ്ങിയാൽ കല്ലില്ലാക്കാവിലേക്ക് 1 കിലോമീറ്റർ ദൂരം കഴിഞ്ഞാണ് മലകയറ്റം തുടങ്ങുന്നത്. പണ്ട് മല കയറുന്നവർ അടിവാരത്ത് നിന്ന് കയ്യിലൊരു കല്ല് കരുതും. ഒരു നേർച്ച പോലെ അങ്ങനെ അടിവാരത്തുള്ള കല്ലുകളൊക്കെ മല കയറി. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയം അവിടുത്തെ കാണും. അങ്ങയിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവ്വം തന്നെ വാങ്ങിയെടുത്തു. രക്തം പുരണ്ട മുഖം പ്രിയപൂർവ്വം തുടച്ചു. എന്നോട് സഹകരിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആയിട്ടില്ല. പ്രവാചകൻ വഴി അങ്ങ് അല്ലി ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, വേറൊരുക്കിയെ പോലെ അങ്ങയോട് സഹകരിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് വീഴാണ്ടിയാകരുതേ. പുലർച്ചെ മുതൽ കല്ലില്ലാക്കാവിലയിൽ നിന്നും മല കയറാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ 9 മണിക്ക് കല്ലില്ലാക്കാവിലയിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിച്ചു. കുരിശിന്റെ വഴിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇന്ന് മല കയറിയത്. ജാതിമത ഭേദമന്യാണ് ഇവിടെ മല കയറുന്നത്. ഇന്ന് ഒരു ദിവസം മാത്രം 10,000ങ്ങളാണ് മല ചവിട്ടിയത്. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.